വെൽക്കം ബാക്ക് ടു dinewithann. ഇന്ന് നമുക്ക് കോട്ടയം സ്റ്റൈലിലുള്ള എല്ലും കപ്പയും എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ചില സൈഡിലൊക്കെ ഇതിനെ കപ്പ ബിരിയാണി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ഹാർഡായിട്ടുള്ള എല്ലൊന്നല്ല, നമുക്ക് അത്യാവശ്യം കടിച്ച് കഴിക്കാൻ പാകത്തിനുള്ള എല്ലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1 സവാള നീളത്തിൽ അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളകൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിന് അനുസരിച്ചിട്ട് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ഇറച്ചിയിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം. നമുക്കിനി ഇതൊരു അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം 4 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1.5 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയെടുത്തതാണ്. ഒരു വലിയ പാത്രത്തിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കപ്പ വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് മൂടി വെച്ചൊന്നല്ല വേവിക്കുന്നത്, തുറന്നു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോഴത്തെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. നമ്മൾ സാധാരണ കപ്പ വേവിക്കുമ്പോൾ അതിന്റെ വെള്ളം ഒരിക്കലും എടുക്കാറില്ല. അത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാറാണ് പതിവ്. കാരണം കപ്പയിൽ ഒരു ചെറിയ വിഷാംശം ഉണ്ടെന്നാണ് പറയാറ്. അപ്പൊ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അത് വേവിച്ച് വെള്ളം കളയുന്നത്. നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഫുള്ള് ഊറ്റിയെടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ചുവന്നുള്ളി ചതച്ചതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളിയൊക്കെ നമ്മൾ ചതച്ച് ചേർക്കുമ്പോഴാണ് അതിന്റെ ഫ്ലേവർ നമുക്ക് കൂടുതലായിട്ട് കിട്ടുക. ഇപ്പൊ അതൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഇറച്ചി വേവിക്കുമ്പോൾ പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനൊക്കെ അനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാല എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ കറിവേപ്പില മൂത്ത് വരുമ്പോൾ ഒന്ന് ചെറുതായിട്ട് പൊട്ടാനൊക്കെ തുടങ്ങും. ആ ഒരു സ്റ്റേജ് ആവുമ്പോഴാണ് നമ്മുടെ മസാല എല്ലാം കറക്റ്റ് പാകമായി നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി അതിലെ വെള്ളത്തോട് കൊടുത്ത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാം, നല്ല നെയ്യുള്ള ബീഫായിരുന്നു. അത് കാരണം നമുക്ക് ടേസ്റ്റ് കൂടും ഈ കറിക്ക്. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മുളക് പൊടി ചേർക്കരുത്. വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം.
ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ട് ഗ്രേവി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ തവി ഉപയോഗിച്ചിട്ട് കപ്പ ഒന്ന് ഉടച്ചു കൊടുക്കാം. കപ്പയൊക്കെ ഉടഞ്ഞു വന്നാലാണ് കപ്പ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ മസാല എല്ലാം അതിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ വീണ്ടും വേറെ അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.